ഹലോ ഡിയേഴ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ്. ആർക്കാ ചമ്മന്തി അരയ്ക്കാൻ അറിയാൻ വയ്യാത്തതല്ലേ? എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഇതിനകത്തൊന്ന് കാണിക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലിൽ അരച്ചുള്ള ചമ്മന്തിയാണ് ഏറ്റവും ടേസ്റ്റ്. അത് സത്യം തന്നെയാണ്. പക്ഷേ മിക്സിയിൽ അരച്ചും നമുക്ക് ആ ഒരു ടേസ്റ്റ് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അറിയാൻ വയ്യാത്തവരും ട്രൈ ചെയ്ത് നോക്കും. ചമ്മന്തിക്ക് നമുക്ക് വേറൊരു കറിയും വേണ്ടെന്ന് പറയും. കാരണം ഇതിന് ഉപ്പും പുളിയും എരിയും എല്ലാം സമാസമം നിന്നിട്ട് ചോറിൻ്റെ കൂടെ നമുക്ക് ഇളക്കി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തോന്നും അല്ലേ. പിന്നെ എനിക്ക് ചമ്മന്തി ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും കാച്ചിമോരും ഒക്കെയാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് അത്. ഇതിപ്പം മാങ്ങ ചമ്മന്തിയാണ് ഞാൻ അരച്ചിരിക്കുന്നത്. നമുക്കിപ്പം മീൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ അവിയലോ ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കാറില്ല. ചമ്മന്തി അരയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ കറികളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മറ്റുള്ള കറികളൊക്കെ കൂട്ടി ചോറിടുന്നതിനേക്കാളും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചമ്മന്തി കൂട്ടി ചോറ് കഴിക്കുന്ന ദിവസം ഒരു നല്ലൊരു നിറഞ്ഞൊരു ഫീലാണ്. അപ്പോൾ അതെങ്ങനെയാണ്, പ്രത്യേകിച്ച് വറ്റൽമുളകൊക്കെ ചുട്ട് അരയ്ക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പോൾ വറ്റൽമുളകൊക്കെ ചുട്ട് അരയ്ക്കാതെ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് എങ്ങനെ എത്തിക്കാം നോക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, തേങ്ങ ഒരുപാട് അരഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. മാങ്ങയാണേലും അതുപോലെ ഉള്ളി ആണെങ്കിലും ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ചമ്മന്തിയുടെ ടേസ്റ്റ് മാറും. നമുക്ക് നോക്കാം എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ടീസ്പൂൺ മുളകാണ്. അതുപോലെ തന്നെ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 ചുമന്നുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിപ്പോൾ ആദ്യം തേങ്ങ അരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും മാങ്ങയും കൂടെ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരണം. അത് വളരെ പേസ്റ്റായിട്ട് അരയരുത്. ഞാൻ മുമ്പ് പറയുന്ന പോലെ ഒന്ന് ചതഞ്ഞ് കിട്ടുന്നത് പോലെ. ഉപ്പൂടെ ചേർക്കാം. അപ്പം മുളക് പൊടി 2 ടീസ്പൂണാണ് കറക്റ്റ് ഉള്ളത്. ഇതിപ്പോൾ ഞാൻ മിക്സ് ആണ് എടുത്തേക്കുന്നത്. കാശ്മീരി വേണം, കാരണം നല്ല കളർ വേണം, അല്ലെ ഈ ചമ്മന്തിക്ക് ഒരു കളർ കിട്ടില്ല. അതുപോലെ തന്നെ എരിയുള്ള മുളക് പൊടി 2ൻ്റെ മിക്സ് ആണ് എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതേപോലെ അരഞ്ഞ് കിട്ടാവും. ഇതിലും പേസ്റ്റായിട്ട് അരയരുത്. അരഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചമ്മന്തിയുടെ, നമ്മൾ കല്ലിൽ അരച്ച ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്ക് തേങ്ങ ചേർക്കണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ മുളക് പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ചേർക്കുന്നത് വറ്റൽമുളകിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടി. അപ്പോൾ അതൊന്ന് ഓർക്കുക, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇനി കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൂടെ ചേർത്ത് ഞാൻ അരയ്ക്കാൻ പോകുകയാണ്. ചമ്മന്തി റെഡിയായി. കണ്ടില്ലേ, ഒരുപാട് പേസ്റ്റായിട്ടൊന്നും അരയരുത്. ഒന്ന് ചതഞ്ഞ് കിട്ടുന്നതിനേക്കാളും ഇച്ചിരൂടെ നന്നായിട്ട് അറിയുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറും കച്ചിമോരും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കൂട്ടി ഞങ്ങൾ ചോറിടാൻ പോവുകയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടൻ വരും. ബൈ ഫ്രം JNJ Food World.